ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമാണ്, ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. നമുക്കെന്താ ഇപ്പോൾ ഓരോരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ഓരോരാളെ ശക്തിയായിട്ട് തീർത്ത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ ചെയ്തുകൊണ്ട്. അരുൺ, എന്താണ് ആ വിഷയത്തിൽ ഗോവിന്ദ മാഷയുടെ ന്യായീകരണം? ആഷ്മി, ആ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ആ കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ CPM തള്ളിപ്പറയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ CPM നേതാവ് P ജയരാജൻ അതിൽ ഡയറക്റ്റായി തന്നെ അത് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതൊരു മഹാപരാധമല്ല, അത് അത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടിസുനിയുടെ മാതാവ് നൽകിയ പരാതി, ആ പരാതി പരിഗണിച്ച് നിയമപരമായ നടപടിയാണ് നടന്നിട്ടുള്ളത്. നേരത്തെ കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ല, 6 വർഷം പരോൾ നൽകിയിരുന്നില്ല. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഈ പരോൾ നൽകിയതെന്ന് ഇന്നലെ P ജയരാജൻ പ്രതികരിച്ചിരുന്നു. അതേ സമാനമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇത് സർക്കാരും ജയിൽ വകുപ്പും ഈ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുത്തതാണ്. അതിൽ CPIM അത്തരത്തിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താറില്ല. അത്തരം പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പരോൾ നൽകിയിട്ടുള്ളത്. അത് പറഞ്ഞു വെക്കുന്നത്, അതായത് ഈ പരോൾ നൽകിയത് ജയിൽ വകുപ്പും സർക്കാരും ചേർന്നെടുത്ത തീരുമാനമാണ്. അതെന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് പാർട്ടി ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ പരോൾ എന്നുള്ളത് ഒരു തടവുകാരൻ്റെ അവകാശമാണ് എന്നുകൂടി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ ഇതിൽ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ, വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത് മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ പരോൾ നൽകിയത്. കൊടിസുനിക്ക് ഈ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും പോലീസ് കേസുകളുണ്ട്, പോലീസിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ പരോൾ നൽകിയതെന്ന വിമർശനമൊക്കെ KK രമ ഉൾപ്പെടെയുള്ളവർ, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ശക്തമായി ഉയർത്തിയിരുന്നു. പക്ഷേ CPM അതിനെ തള്ളിപ്പറയുന്നില്ല. അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിന്റെ വിവരങ്ങൾ നൽകിയത്.